അമേരിക്കൻ യുദ്ധക്കപ്പൽ തകർത്ത് ഇറാൻ. അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച അവരുടെ ഒരു യുദ്ധക്കപ്പലിനെ ആക്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ ഭാഗമായ നാവികസേനയുടെ മിസൈലുകളാണ് അമേരിക്കൻ ഡിസ്ട്രോയറിനെ ലക്ഷ്യമാക്കി തൊടുത്തു വന്നത്. വിമാനവാഹിനി കപ്പൽ വ്യൂഹത്തിലുള്ള യുദ്ധക്കപ്പലാണിതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ തുടർച്ചയായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു തന്ത്രപ്രധാനമായ അമേരിക്കൻ ആസ്തിയിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചു. ബുധനാഴ്ച രാവിലെ ഒരു പ്രസ്താവനയിൽ IRGCയും അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ തെക്കൻ തീരങ്ങളിൽ നിന്നും ഏകദേശം 650 കിലോമീറ്റർ അകലെയായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു അമേരിക്കൻ ടാങ്കർ കപ്പലിൽ നിന്നും ഇന്ധനം നിറയ്ക്കുകയായിരുന്ന യുദ്ധക്കപ്പലാണ് ഇറാൻ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. ഇറാൻ നാവികസേനയുടെ ഖാദർ 360 തലയ്യ മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ സേനയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം 2 കപ്പലുകളുടെ ഡെക്കുകളിൽ വ്യാപകമായ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇതുമൂലം സമുദ്രത്തിന്റെ ആകാശത്തിലേക്ക് വൻതോതിൽ പുകപടലങ്ങൾ കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയാണുള്ളത്. ഇറാനികൾക്കെതിരെ ഇസ്രായേൽ ഭരണകൂടവും അമേരിക്കയും തുടർച്ചയായി നടത്തുന്ന ആക്രമണത്തിന് ഇറാനിയൻ സൈനിക സേനയുടെ ഒരു പ്രധാന പ്രതികരണമായാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 അടയാളപ്പെടുത്തുന്നത്. ഇറാന്റെ പ്രതികാര നടപടികൾ വീണ്ടും ശക്തിപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇറാൻ സായുധ സേന കൂടുതൽ ശത്രു ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മേഖലയിലെ ശത്രു താവളങ്ങളിലും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും ഇറാനിയൻ സായുധസേന കനത്തതും തകർപ്പൻതുമായ പ്രഹരങ്ങൾ ഏൽപ്പിച്ചതായി ഖതം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനത്തിന്റെ വക്താവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങൾക്ക് നേരെ IRGCയുടെ വ്യോമസേനയും വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹ്റൈനിൽ 5ാം കപ്പൽപ്പടയ്ക്കെതിരായ ആക്രമണം. ജനറൽ നൈനിയുടെ അഭിപ്രായത്തിൽ ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ആവർത്തിച്ച് ആക്രമിച്ചു. ബഹ്റൈനിലെ ഒരു പ്രധാന US സൈനിക താവളം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തിൽ 160 US ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി അവകാശവാദം പറയുന്നു. ഇതിനു പുറമെ US നാവികസേനയുടെ MST യുദ്ധസഹായ കപ്പലിനും ഇറാനിയൻ നാവിക മിസൈലുകളിൽ നിന്നും കനത്ത കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ചബഹാർ തീരത്തു നിന്നും ഏകദേശം 250 മുതൽ 300 കിലോമീറ്റർ വരെ അകലെ നിലയുറപ്പിച്ച USS എബ്രഹാം ലിങ്കണിന് നേരെ ഇറാനിയൻ നാവികസേന 4 ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിച്ചതായാണ് IRGC വക്താവ് വെളിപ്പെടുത്തിയത്. ആക്രമണങ്ങളെ തുടർന്ന് വിമാനവാഹിനി കപ്പൽ സുരക്ഷയ്ക്കായി തെക്കുകിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പലായനം ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ ഇറാൻ തങ്ങളുടെ മുഴുവൻ സൈനിക ശക്തിയും ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മേഖലയിലെ പിരിമുറുക്കങ്ങൾ അഭൂതപൂർവമായ തലത്തിലെത്തി ആഗോള സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.